എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് ഇപ്പം കണ്ട് കാര്യങ്ങളൊക്കെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി. തിരുവാതിരയുടെ പിറകെ പോയ സമയങ്ങൾ കുറേ അങ്ങനെ അങ്ങ് പോയി. എനിക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കുറച്ച് കൂട്ടുകാരും പിന്നെ കുറേ സമയം പോവും. അങ്ങ് നല്ല ബിസിയായിട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ നമ്മുടെ അമ്പലങ്ങളിൽ, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം, മീനഭരണി എല്ലാം കഴിഞ്ഞ് ഉത്സവങ്ങൾ ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ ഒരു വർഷം കടന്നു പോയത് അറിഞ്ഞില്ല. കാരണം ഉത്സവകാലം വന്ന് വന്ന് നമുക്ക് ഓരോ വയസ്സ് കൂടുന്ന കാര്യം എല്ലാ കൂട്ടുകാരും ഓർക്കണം. ഇനി നമ്മുടെ കൊല്ലം പൂരത്തോടു കൂടി ഉത്സവങ്ങളെല്ലാം തീരുകയാണ്. ഇനി നാളെ നമ്മളുടെ ഏറ്റവും വിശേഷപ്പെട്ട മേടവിഷു അല്ലേ. എല്ലാ കൂട്ടുകാരും അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. കാരണം വൈകിട്ട് ഇവിടെ വരും, പിന്നെ ഒന്നിനും സമയമില്ല, പ്രാക്ടീസിന് പോവും. അങ്ങനെ തിരക്കായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇതായി ഇവിടെ ഇരിക്കുന്നു. 2 ദിവസം അവധിയാണ്, സാറ്റർഡേ സൺഡേ. എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ വീട്ടിലിരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഘോഷയാത്രയൊക്കെയാണ്. എങ്ങും പോയില്ല, ഞാൻ ഇവിടെ ഇരിക്കുക. ഇന്ന് റെസ്റ്റാണ്. പനിയുടെ ഒക്കെ അത്രയ്ക്കങ്ങ് മാറിയിട്ടില്ല, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉത്സവങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. മീനഭരണിയൊക്കെ അടിച്ച് പൊളിച്ച എല്ലാവരും. നമ്മുടെ അമ്പലത്തിലായിരുന്നു ഏറ്റവും വലിയ വിശേഷം നടന്നത്. വലിയ 5 നെടും കുതിരയെടുപ്പാണ് നടന്നത്. അത് വൈകിട്ട് നടത്തും. പിന്നെ അത് കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് 7:30-8 മണിയാകുമ്പോഴത്തേന് പിന്നെ ചൂട്ടും കെട്ടി കുതിരയെടുപ്പെന്നും പറഞ്ഞ് അതിവിശേഷപ്പെട്ട കുതിരയെടുപ്പ് നടത്തും. ഇത് ഇവിടെയാണ് ഞാൻ ഇത്രയും ഇതായിട്ട് കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരൊക്കെ ഒരു കുതിര മാത്രമേ ഉള്ളൂ. അത് എടുക്കും, 3 വലത്ത് വെച്ച് താത്ത് വയ്ക്കും. അങ്ങനെയാണ്. ഇവിടെ വളരെ വിശേഷപ്പെട്ട ഉത്സവമായിരുന്നു. 41 ദിവസം ഒക്കെ ഉത്സവം ഉള്ളത് തന്നെ വളരെ അതിശയമാണ്. അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭഗവതിയുടെ ഉത്സവമാണ് കഴിഞ്ഞത്. അങ്ങനെ ഉത്സവം കഴിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അതോടുകൂടി നമ്മുടെ തിരുവാതിര കളിയും അവസാനിച്ചു കൂട്ടുകാരെ. ശരീരത്തിനൊക്കെ നല്ല എക്സർസൈസൊക്കെ ആയിരുന്നു എന്നും വിചാരിച്ചിട്ട് ഞാൻ അത് താത്ത് വയ്ക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇന്ന് എനിക്ക് പറ്റുന്ന സ്റ്റെപ്പുകൾ ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് മാത്രമേ ഉള്ളൂ, ചെയ്യും. പനിയുടെ വിഷയത്തിലാണ് ഇപ്പം. ചൂട് കൂടുന്നത് കൊണ്ടാണ്. എല്ലാ കൂട്ടുകാരും കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിക്കാൻ പോയില്ല, ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ വാങ്ങിക്കും വൈകിട്ട്. ഇപ്പം 6:30 6:30 വാച്ച് തെറ്റാ. 4 മണി കഴിഞ്ഞ് 4:19. പിന്നെ നാളെ ഇനി വിഷുവിൻ്റെ വിശേഷമാണ്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോവും. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? വന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നതും അല്ലാതെ ഇടുന്നതും രണ്ടാണ്. കൂട്ടുകാരെ എല്ലാവരും മറക്കരുത്. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയം.
ഓരോ ഉത്സവം കഴിഞ്ഞപ്പോഴും നമുക്ക് ഓരോ വയസ്സ് കൂടിയെന്നുള്ള കാര്യവും കൂടെ എല്ലാ കൂട്ടുകാരും ചിന്തിക്കണം. നമ്മുടെ ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും കുറയുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം, താഴ്ന്നു പോകാതെ. പിന്നെ ഇന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല, കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചായയൊന്നും ഇട്ടില്ല, ചായയൊക്കെ ഇനി ഇടത്തേ ഉള്ളൂ. വീഡിയോ ഇടാമെന്ന് ഒരു ചിന്ത വന്നു, എന്നാൽ പിന്നെ ഇടാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് മനസ്സിൽ ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇതങ്ങ് പോവും. കേട്ടോ കൂട്ടുകാരെ? എല്ലാവരും അങ്ങനെ വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും കൂട്ടുകാരെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് വാ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്.